ഈ സമ്മേളനത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ഇവിടെ എനിക്ക് മുമ്പ് നിങ്ങളെ അഭിസംബോധന ചെയ്ത ഏറ്റവും ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ, സമ്മേളന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദ്യരായ നേതാക്കൾ, മതനേതാക്കൾ, പണ്ഡിത ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ, സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ ബഹുമാന്യരായ ജനപ്രതിനിധികൾ, മറ്റ് ജനനേതാക്കൾ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബഹുമാന്യരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90ാമത് വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനും നമ്മുടെ രാജ്യം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കാനും അവസരം ലഭിച്ചതിലുള്ള അതിയായ സന്തോഷം ഞാൻ ആദ്യമായി പ്രകടിപ്പിക്കുകയാണ്. ഇത്തരത്തിലൊരു വിപുലമായ സമ്മേളനത്തിൽ സംബന്ധിക്കാനുള്ള അവസരവും സത്യത്തിൽ എനിക്ക് ലഭിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അതിനുള്ള അഗൈതവുമായ നന്ദി, കടപ്പാട്, സ്നേഹം, ആദരവ് ഞാൻ ആവർത്തിച്ച് ഈ സമ്മേളനത്തെയും സംഘാടകരെയും അറിയിക്കുകയാണ്. ഈ 90 വർഷക്കാലത്തിനിടയിൽ 1926 രൂപീകൃതമായി 2016 9 പതിറ്റാണ്ടുകൾ പൂർത്തീകരിക്കുന്ന സമസ്തയുടെ കഴിഞ്ഞകാല ചരിത്രവും കഴിഞ്ഞകാല പാരമ്പര്യവും മതവിദ്യാഭ്യാസ രംഗത്തും ആത്മീയ ജീവിതാദി കാര്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി അഭിപ്രായം പറയാൻ കഴിയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ പണ്ഡിത സഭകളിലൊന്നായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനബോധത്തോടുകൂടി ഈ സമ്മേളനത്തിൽ അഭിവാദ്യമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിക കാര്യങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിക വചനങ്ങളും പ്രവാചക ദർശനങ്ങളും വസ്തുനിഷ്ഠമായി വിലയിരുത്താനും സങ്കുചിതവും നിക്ഷിപ്തവുമായ താൽപര്യങ്ങൾക്കപ്പുറത്തേക്ക് വിപുലമായ പൊതുതാൽപര്യം മുൻനിർത്തിക്കൊണ്ട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കാനും നമ്മുടെ രാജ്യമെന്ന വിഷയം തന്നെ ചർച്ചയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഇത്തരമൊരു സംരംഭവുമായി മുന്നോട്ട് പോകുവാനും കഴിയുന്നു എന്നുള്ളത് തന്നെ ഈ മഹത്തായ ആത്മീയ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന വിശാലമായ പൊതുതാൽപര്യത്തിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ പൊതുവെ ഇസ്ലാമിക പണ്ഡിത സഭകളെ സംബന്ധിച്ച് ആഗോളതലത്തിൽ തന്നെ പരിശോധിക്കുമ്പോൾ അഭിമന്യനായിട്ടുള്ള അലിക്കുട്ടി മുസ്ലിയാർ അവറുകളുമായി അല്പനേരം സംസാരിച്ചതിൽ നിന്ന് ലഭ്യമായ വിവരമനുസരിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 12 ലക്ഷത്തോളം കുട്ടികൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിലുള്ള 10,000-ഓളം മദ്രസകളിൽ പഠിച്ച് വിദ്യാഭ്യാസം നടത്തി പുറത്തു വരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ 21 കോടിയോളം മുസ്ലിം ജനങ്ങൾ അധിവസിക്കുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ പാർക്കുന്ന ഇന്തോനേഷ്യ എന്ന രാജ്യത്തിന് പോലും സാധ്യമാകാത്ത നേട്ടമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ത്യയിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 80,000-ഓളം അധ്യാപകർ, 9,600-ഓളം വരുന്ന മദ്രസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിൽ പഠിക്കുന്ന 12 ലക്ഷത്തോളം കുട്ടികൾ. അപ്പോൾ ഒരു രാഷ്ട്ര വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു ആധ്യാത്മിക പ്രസ്ഥാനം അല്ലെങ്കിൽ മതവിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിത സഭ എന്ന നിലയിൽ
രാഷ്ട്ര നിർമ്മിതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു സംഘടനയാണ് സമസ്ത എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ 90ാമത് വാർഷികം സമുചിതമായി ആലപ്പുഴ പട്ടണത്തിൽ സാധാരണഗതിയിൽ, ഞങ്ങളെല്ലാം തെക്കൻ കേരളത്തിൽപ്പെട്ടവരാണ്, പലപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ മലബാർ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് നടക്കുന്നതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി തെക്കൻ കേരളത്തിലും സമസ്തയുടെ പ്രാധാന്യവും പ്രസക്തിയും അത് ഉയർത്തിപ്പിടിക്കുന്ന ആശയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ പൊതുസമൂഹത്തിന്റെ മുന്നിലെത്തിക്കാൻ ആലപ്പുഴയിൽ നടക്കുന്ന ചരിത്രപ്രധാനമായിട്ടുള്ള ഈ സമ്മേളനം ഉപകരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം കൂടി ഈ സമ്മേളനത്തിൽ പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്രയേറെ വിപുലമായ സംഘാടക മികവോടുകൂടി ആലപ്പുഴ പോലെയുള്ള ഈ ചെറിയ പട്ടണത്തിൽ ഈ വരുന്ന 14-ാം തീയതി ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ 10-15 ലക്ഷത്തോളം വരുന്ന വിശ്വാസ സമൂഹം പങ്കെടുക്കുന്ന കടപ്പുറത്ത് വെച്ച് നടക്കുന്ന മഹാസമ്മേളനവും ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രതിനിധി ക്യാമ്പും ഉൾപ്പെടെയുള്ള ഈ സംരംഭങ്ങൾ ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ ആലപ്പുഴ അടക്കം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ ഒരു പുതിയ അനുഭവം തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ വളർന്ന് പടർന്ന് പന്തലിച്ച് ശക്തമായ ഒരു പ്രസ്ഥാനമായി നിലനിൽക്കുമ്പോഴും അതിന്റെ വാർഷിക സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് നമ്മുടെ രാജ്യം എന്നതാണ്. ഇത് തന്നെയാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം രാജ്യസ്നേഹവും രാഷ്ട്രസ്നേഹവും വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി മുസ്തഫ തിരുമേനി പഠിപ്പിച്ചതാണ്. വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഈമാന്റെ ഭാഗമാണ് ദേശസ്നേഹം. ഞാൻ നേരത്തെ പറഞ്ഞ 10,000-ഓളം വരുന്ന മദ്രസകളിൽ പഠിപ്പിക്കുന്ന പാഠശാലകളിൽ പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങളിൽ ഒരു പാഠഭാഗം തന്നെ ദേശസ്നേഹ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ദേശസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നതാണ്. അപ്പൊ ജനിച്ചു വളർന്ന നാടിനോടുള്ള കൂറും പ്രതിബദ്ധതയും വെച്ചു പുലർത്തുക എന്നുള്ളത് പ്രവാചക ജീവിതചര്യയുടെയും ഇസ്ലാമിക ദർശനത്തിലൂടെയും ലോകത്തിന് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. നിർഭാഗ്യവശാൽ ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ ഇന്ന് ഇസ്ലാമിനെ ലോകത്തിന് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വികലമായ മുഖം നൽകിയാണ് പാശ്ചാത്യ ലോകം പ്രത്യേകിച്ചും ഇസ്ലാമിനെ ലോകത്തിന് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പരിശ്രമിക്കുന്നത്. അതുപോലെ ദേശവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കാനാണ് ഇസ്ലാമിനെ ഇന്ന് പ്രധാനമായും വിനിയോഗിക്കുന്നത്. ഞാൻ സമയച്ചുരുക്കമുള്ളതുകൊണ്ട് അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് സംസാരിക്കാൻ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ എന്നതിനെ സംബന്ധിച്ചാണ്. ആ നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വെല്ലുവിളി ഞാൻ പറയാതെ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യൻ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതാണ്, ആഗോള സമൂഹം എന്ന് ചർച്ച ചെയ്യുന്നതാണ്. ഇന്ത്യൻ മതേതരത്വം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് നമ്മുടെ രാഷ്ട്രം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന്. മതനിരപേക്ഷത എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ഇന്ത്യൻ സംസ്കൃതി നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമാണ്. ഭാരതീയ സംസ്കൃതിയിൽ അന്തർലീനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് സഹിഷ്ണുതയുടെയും സഹനശക്തിയുടെയും സംസ്കാരം. എല്ലാ വിശ്വാസധാരകളെയും എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാനുള്ള വിശാലമായ മാനസികാവസ്ഥയാണ് പൂർവികരായ ഋഷി പരമ്പരകൾ ഇന്ത്യൻ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംസ്കാരം. ആ സംസ്കാരത്തിന്റെ കരുത്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കാതലെന്ത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന മതേതര ജനാധിപത്യ വ്യവസ്ഥ തന്നെയാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്, ശക്തി. മതേതരത്വം ദുർബലപ്പെട്ടാൽ ഒരു സംശയവും വേണ്ട, ജനാധിപത്യത്തിന് അധികകാലം നിലനിൽക്കാൻ കഴിയില്ല, അല്പായുസ് മാത്രമേ ഉണ്ടാകൂ. ആ മതനിരപേക്ഷത അല്ലെങ്കിൽ ഇന്ത്യൻ സെക്കുലർ ഫാബ്രിക് ഇന്നൊരു കനത്ത വെല്ലുവിളിയെ നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിന്റെ കാരണത്തെ സംബന്ധിച്ച് ഞാൻ രാഷ്ട്രീയ കാരണങ്ങളിലേക്ക് ഇത്തരം ഒരു ആത്മീയ സദസ്സിൽ വിശദമായി പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല.
പക്ഷെ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ ജനസമൂഹത്തെ മതപരവും സാമുദായികവുമായ ധ്രുവീകരണമുണ്ടാക്കി രാജ്യത്തെ തന്നെ ഹിന്ദു വേഴ്സസ് നോൺ ഹിന്ദുസ്, ഹിന്ദുക്കളെന്നും അഹിന്ദുക്കളെന്നും രണ്ടായി വേർതിരിച്ചുകൊണ്ട് ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായ പരിശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതാണ് ഗൗരവതരമായി പരിഗണിക്കേണ്ടുന്ന, പരിശോധിക്കപ്പെടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഏതൊരു വിഷയത്തെയും ഏതൊരു പ്രശ്നത്തെയും ഹിന്ദു വേഴ്സസ് നോൺ ഹിന്ദുസ് അല്ലെങ്കിൽ ഹിന്ദുക്കളും അഹിന്ദുക്കളുമെന്ന് വേർതിരിച്ചുകൊണ്ട് മതപരമോ സാമുദായികമോ ആയിട്ടുള്ള ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയാധികാരം ഉറപ്പിക്കുന്നതിനും രാഷ്ട്രീയാധികാരം നേടുന്നതിനും വേണ്ടിയിട്ടുള്ള കുറുക്കുവഴിയായി ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തെ മാറ്റിത്തീർക്കുന്നതിനുള്ള ഒരു വലിയ പരിശ്രമം ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന രാഷ്ട്രത്തിന്റെ തന്നെ അസ്തിത്വത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് രാജ്യത്ത് വളർന്നു വരുന്ന അസഹിഷ്ണുതയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ്. ആ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കും. ആ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം ഒരു സംശയവും വേണ്ട നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തും. ജനാധിപത്യ വ്യവസ്ഥയെ, ഭരണഘടനയെ ദുർബലപ്പെടുത്തും. നമുക്ക് വളരെ അഭിമാനബോധത്തോടുകൂടി പറയാൻ കഴിയും, നമ്മുടെ രാജ്യത്തിന്റെ എഴുതപ്പെട്ട ഭരണഘടന, ദ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ബിഗസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്, ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഇന്ത്യയുടെ ഭരണഘടനയാണ് സത്യത്തിൽ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കും അടിച്ചമർത്തപ്പെട്ട അധിഷ്ഠിത പിന്നോക്ക മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും പൗരാവകാശങ്ങളും മൗലികാവകാശങ്ങളും നൽകുന്ന ഇന്ത്യൻ ഭരണഘടന, ആ ഭരണഘടന തന്നെ പുനർവിചിന്തനത്തിന് വിധേയമാക്കണമെന്ന് ഭരണകർത്താക്കൾ പ്രഖ്യാപിക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന സെക്കുലറിസവും സോഷ്യലിസവും, മതേതരത്വവും സ്ഥിതിസമത്വവും, ഈ രണ്ട് ആശയങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റണമെന്നതിനെ സംബന്ധിച്ച് ദേശീയ സംവാദം വേണമെന്നും നിയമകാര്യ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുന്ന സ്ഥിതി നമ്മുടെ രാജ്യത്തുണ്ടായി. അതുപോലെ തന്നെ ഭരണഘടനയുടെ 370 വകുപ്പ് എടുത്തു കളയണം. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കും. അതുപോലെ നിങ്ങൾ നാളെ ചർച്ച ചെയ്യാൻ പോകുന്ന ഏകീകൃത സിവിൽ നിയമവും ഭരണഘടനയും ഏകീകൃത സിവിൽ നിയമം നടപ്പാക്കും. ഗോവധ നിരോധനം രാജ്യവ്യാപകമായി നിർബന്ധിത നിയമമാക്കി നടപ്പാക്കും. ഞാൻ പറഞ്ഞു, ഈ പറയുന്നതെല്ലാം ഭരണഘടനയെ ചൊല്ലിയാണ്. ആ ഭരണഘടനയിൽ പറയുന്ന നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന നിരവധിയായ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് നിഷ്ക്രിയത്വം പാലിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അത് നടപ്പാക്കാതിരിക്കുന്നതിന്റെ കാരണം രാജ്യസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തതാണ് എന്ന് പരസ്യമായി രാജ്യത്തിന്റെ ആഭ്യന്തരകാര്യമന്ത്രി തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, മതനിരപേക്ഷതയ്ക്കെതിരായി ഇന്ത്യൻ മതേതര ജനാധിപത്യ ഘടനയ്ക്കെതിരായി ഉയരുന്ന അതിശക്തമായിട്ടുള്ള വെല്ലുവിളിയാണ് എന്ന് പ്രതിരോധിക്കേണ്ടത്. ആ മതേതരത്വത്തെ നിഷ്ക്രിയമാക്കുന്ന അല്ലെങ്കിൽ അതിനെ അപ്രസക്തമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് രാജ്യത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ് അധസ്ഥിത പിന്നോക്ക സമൂഹങ്ങളും ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടെയുള്ളവർ ഇന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവരണമെന്ന് പറയുന്ന ഈ ആനുകൂല്യം അതെടുത്തു കളയണം, അല്ലെങ്കിൽ അതും പുനർവിചിന്തനത്തിന് വിധേയമാക്കണമെന്നുള്ള നിർദ്ദേശം രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ സർവ്വസംഘചാലക് കൂടിയായിട്ടുള്ള ശ്രീ മോഹൻ ഭഗവത് പരസ്യമായ സംവാദത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് ഗൗരവത്തോടുകൂടി കാണാതിരിക്കാൻ പറഞ്ഞത് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള പ്രത്യയശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളാണ്. ആ കാഴ്ചപ്പാടുകളെ ദുർബലപ്പെടുത്തണമെന്നുള്ളതാണ് പരസ്യമായി പറയുന്നത്. ഒന്ന്. രണ്ട്, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ അഭിമാനത്തെ സംബന്ധിച്ച് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. പ്രവാചകനായ മുഹമ്മദ് നബി മുസ്തഫ തിരുമേനി തന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസംഗത്തിൽ, വിടവാങ്കൽ പ്രസംഗത്തിൽ, എന്റെ അഭിപ്രായത്തിൽ പ്രവാചകൻ നടത്തിയിട്ടുള്ള വിടവാങ്കൽ പ്രസംഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ സത്യസന്ധവും
ആദർശാധിഷ്ഠിതവും സനാതനവുമായിട്ടുള്ള ജീവിതം നയിക്കാൻ, ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന മാഗ്ന കാർട്ടയാണ് സത്യത്തിൽ പ്രവാചകൻ നടത്തിയ വിടവാങ്കൽ പ്രസംഗം. ആ വിടവാങ്കൽ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞത് നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, സ്ത്രീ സ്വാതന്ത്ര്യത്തെ, സ്ത്രീ ആദരിക്കുന്നതിനെ സംബന്ധിച്ച്, വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച്, സർവ്വകാര്യങ്ങളെ സംബന്ധിച്ചും സമഗ്രമായി പ്രതിപാദിക്കുമ്പോൾ ആ പ്രവാചകന്റെ വിടവാങ്കൽ പ്രസംഗത്തിലും നമ്മുടെ അഭിമാനവും അതുപോലെ നമ്മുടെ സമ്പത്തും നമ്മുടെ രക്തവും, ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഊന്നൽ നൽകിക്കൊണ്ട് അഭിമാനം ക്ഷതപ്പെടുത്താൻ, രക്തം നഷ്ടപ്പെടുത്താൻ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് അനർഹമായി ആരെങ്കിലും ആർജിക്കാൻ വേണ്ടി പരിശ്രമിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വിടവാങ്കൽ പ്രസംഗത്തിലൊക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ സത്യസന്ധവും സനാതനവും. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, ഇത് ഉദ്ഘാടനം ചെയ്യുന്ന മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സംഘാടകർക്ക് വേണ്ടി സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ആ സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യന് മാർഗനിർദ്ദേശം നൽകുന്ന പ്രവാചകന്റെ വിടവാങ്കൽ പ്രസംഗത്തിലും ഊന്നൽ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. മാത്രവുമല്ല, യുദ്ധവിജയത്തിന് ശേഷം ആദ്യമായി രൂപീകൃതമായിട്ടുള്ള ഇസ്ലാമിക രാഷ്ട്രമാണ് മദീന രാഷ്ട്രം. ആ മദീന രാഷ്ട്രം ഒരു മാതൃകാ രാഷ്ട്ര വ്യവസ്ഥയാണ്. ഇസ്ലാം പ്രതിനിധീകരിക്കുന്ന, ഇസ്ലാമിക പ്രത്യയശാസ്ത്രം വ്യാഖ്യാനിക്കുന്ന, വിവക്ഷിക്കുന്ന രാഷ്ട്രവ്യവസ്ഥ എന്ത്, രാജ്യവ്യവസ്ഥ എന്ത് എന്നുള്ളത് മദീന രാഷ്ട്രഭരണത്തിലൂടെ പ്രവാചകൻ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തതാണ്. ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്ര ഭരണാധികാരിയായി ചുമതലയേറ്റ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മദീന രാജ്യത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത സമൂഹമായി മദീന പട്ടണം മാറി. സാമ്പത്തികമായ നീതിയും സാമ്പത്തികമായ സമത്വവും ഉറപ്പുവരുത്തിയതിലൂടെയാണ്. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട തടവുകാരോട് പ്രവാചകൻ പറഞ്ഞത് മദീന പട്ടണത്തിലെ 10 കുട്ടികളെ വെച്ച്, എഴുത്തും വായനയും അറിയാത്ത 10 കുട്ടികളെ വെച്ച് അക്ഷരം പഠിപ്പിക്കണം, വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണമെന്നാണ് പ്രവാചകൻ നൽകിയ ശിക്ഷ. വിമോചന മൂല്യം നൽകാൻ നിവൃത്തിയില്ലാത്ത തടവുകാരോട്. ഞാൻ സൂചിപ്പിച്ച ഒരു രാഷ്ട്രം എങ്ങനെയായിരിക്കണം, ഒരു രാഷ്ട്രവ്യവസ്ഥ എന്തായിരിക്കണം. രാജ്യത്ത് ഭരണാധികാരിയായി വന്നതിന് ശേഷം ആദ്യം മദീനയിൽ പ്രവാചകൻ ചെയ്തത് അയൽ ജൂതഗോത്രങ്ങളും ക്രൈസ്തവ ഗോത്രങ്ങളും ഇതര ഗോത്രങ്ങളുമായി യുദ്ധമില്ലാത്ത സമാധാനത്തിന്റെ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയായിരുന്നു, കരാറിൽ ഒപ്പുവെക്കുകയായിരുന്നു. യുദ്ധരഹിതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം. അപ്പൊ സമാധാനവും സൗഹൃദവും ആഗ്രഹിക്കുന്ന ഒരു ഏറ്റവും വലിയ വിശ്വമാനവികതയുടെ മഹത് ദർശനം ലോക സമൂഹത്തിന് പ്രദാനം ചെയ്ത വിശുദ്ധ ഇസ്ലാമിനെയാണ്, ഇസ്ലാമിനെ പിൻപറ്റുന്നവരെയാണ് ദേശവിരുദ്ധരെന്ന് ചിത്രീകരിച്ചുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമങ്ങൾ പ്രതിലോമകരമായ ശക്തികൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസത്തെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവർ ദേശവിരുദ്ധരാണ്, അവർ തീവ്രവാദികളാണ്, രാജ്യതാൽപര്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ബോധപൂർവമായ നീക്കങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇന്ന് നമ്മുടെ രാജ്യത്ത് മതേതര വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വമാനവികതയുടെ ദർശനമാണ് ലോകത്തിന് നൽകുന്നത്. ഇസ്ലാമിക രാഷ്ട്രവ്യവസ്ഥയിൽ, രാജ്യവ്യവസ്ഥയിൽ സാമ്പത്തിക നീതിയും സാമൂഹ്യ നീതിയും ഒരുപോലെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നും ഉള്ളവന്റെ മൂലധന വരുമാനത്തിന്റെയും വാർഷിക വരുമാനത്തിന്റെയും നിയതമായ ശതമാനം ഇല്ലാത്തവന് കൊടുക്കണമെന്നും അത് ഉള്ളവന്റെ ഔദാര്യമല്ല, അനുകമ്പയായി കൊടുക്കുന്നതല്ല, ഉള്ളവന്റെ ചുമതലയും ഉത്തരവാദിത്വവുമാണ് എന്നും ഇല്ലാത്തവനത് ലഭിക്കാനുള്ള അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ മതത്തിന്റെ വിശുദ്ധ വിശ്വാസത്തിനെ പിൻപറ്റുന്ന രാഷ്ട്രവ്യവസ്ഥയാണ് മദീന രാഷ്ട്രത്തിൽ പ്രവാചകനായ മുഹമ്മദ് നബി തിരുമേനി നടപ്പാക്കി കാണിച്ചത്. അതുപോലെ ഓരോ കാര്യങ്ങൾ ഞാൻ ഒന്നിലേക്കും പോകുന്നില്ല. ദരിദ്ര ജനവിഭാഗങ്ങൾക്കും
അതുപോലെ തന്നെ പട്ടിണി കിടക്കുന്നവർക്കും തൊഴിൽ രഹിതർക്കും ഖജനാവിൽ അവകാശമുണ്ട് എന്ന് മദീന രാഷ്ട്രവ്യവസ്ഥയിലൂടെ പ്രവാചകൻ പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ തൊഴിൽ രഹിതരെ പരിരക്ഷിക്കാൻ, ദരിദ്ര ജനവിഭാഗങ്ങളെ പരിരക്ഷിക്കാനുള്ള പ്രഥമമായ ഉത്തരവാദിത്വവും ചുമതലയും ഗവൺമെന്റിന് ഭരണകൂടത്തിനുണ്ട് എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചു. ആ സാമൂഹ്യക്ഷേമ പദ്ധതികളാണ് ഇന്ന് കേരളത്തിലും അതുപോലെ നമ്മുടെ രാജ്യത്തുമൊക്കെ നടപ്പാക്കുന്നത്. നിർഭാഗ്യവശാൽ ഇന്ന് ആധുനിക സമൂഹത്തിൽ, പ്രത്യേകിച്ചും ആഗോളവൽക്കരണ സാമ്പത്തിക നയത്തിന്റെ കാലഘട്ടത്തിൽ, ഈ സാമൂഹ്യക്ഷേമ പദ്ധതികളും അതുപോലെ ഇത്തരത്തിലുള്ള ജനകീയ പദ്ധതികളുമൊക്കെ കാലഹരണപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ്, പുരോഗതി, വളർച്ച അല്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രയാണം മതനിരപേക്ഷതയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഘടനയ്ക്ക് മാത്രമേ ഇന്ത്യക്ക് ശാശ്വതമായി കരുത്തോടെ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയൂ. സാമ്പത്തികവും സാമൂഹികവുമായ നീതി ഉറപ്പുവരുത്താൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയണം. സാമൂഹ്യ നീതിയുടെ നിരാകരണമാണ് നമ്മൾ ആന്ധ്രയിൽ ഒരു സർവകലാശാലയിൽ, കേന്ദ്ര സർവകലാശാലയിൽ, നിങ്ങളും അമറുമൊക്കെ പത്രത്തിൽ വായിച്ചു. രോഹിത് വേമൂല എന്ന് പറയുന്ന യുവാവ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബഹുമാനപ്പെട്ട ജനാബ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംഘടിപ്പിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആ മഹായാത്രയിൽ പങ്കെടുത്തുകൊണ്ട്, ആ കുടുംബം പങ്കെടുത്തുകൊണ്ട് വിവരിച്ച കഥ. സാമൂഹ്യ നീതിയുടെ നിരാകരണം രാജ്യം നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. സാമ്പത്തിക അസമത്വങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളി. അവിടെയുമൊക്കെ ഇസ്ലാമിക ദർശനങ്ങൾ പരിശോധിക്കുമ്പോൾ അറബി അനറബിയേക്കാളോ, സമ്പന്നൻ ദരിദ്രനേക്കാളോ, ദരിദ്രൻ സമ്പന്നനേക്കാളോ, അറബി അനറബിയേക്കാളോ, അനറബി അറബിയേക്കാളോ, അതുപോലെ തന്നെ സമ്പന്നൻ ദരിദ്രനേക്കാളോ, ദരിദ്രൻ സമ്പന്നനേക്കാളോ ശ്രേഷ്ഠനല്ല. ശ്രേഷ്ഠതയ്ക്കാധാരം കറുത്തവൻ വെളുത്തവനേക്കാളോ, വെളുത്തവൻ കറുത്തവനേക്കാളോ ശ്രേഷ്ഠനല്ല. ശ്രേഷ്ഠതയ്ക്കാധാരം ജീവിതത്തിലെ സൂക്ഷ്മതയത്രേ. സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവനാരോ അവനാണ് പരമകാരുണികനായ സ്രഷ്ടാവായ അല്ലാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ. ആ സൂക്ഷ്മമായ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ് വിശുദ്ധ ഇസ്ലാമിക ദർശനത്തിന്റെ അന്തസത്ത. ആ അന്തസത്തയെ പിൻപറ്റിയുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും രാജ്യ താൽപര്യത്തിനെതിരായി, പൊതു താൽപര്യത്തിനെതിരായി, സമൂഹ താൽപര്യത്തിനെതിരായി ഒരു നിലപാട് സ്വീകരിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ചും ഭരണകർത്താക്കൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ദാദ്രിയിൽ സംഭവം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഗോമാംസം കഴിക്കണമെന്നുള്ളവർ പാകിസ്ഥാനിൽ പോയി പാക് പൗരത്വമെടുക്കണം. ഹരിയാന സംസ്ഥാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാരെ പറഞ്ഞതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെന്റ് അംഗം പ്രഖ്യാപിച്ചത്, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള അപജയം ഞങ്ങൾക്ക് സംഭവിക്കുമെങ്കിൽ ഞങ്ങൾ തോറ്റാൽ പാകിസ്ഥാനിൽ പടക്കം പൊട്ടും. അതുപോലെ തന്നെ അത് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ സൂചിപ്പിച്ചതാണ്. അതുപോലെ തന്നെ ഒരാൾ പറഞ്ഞത്, ഏതെങ്കിലും തരത്തിൽ ഗോമാംസം കഴിച്ചു എന്ന സംശയത്തിന്റെ പേരിലോ, ഗോമാംസം സൂക്ഷിച്ചു എന്ന സംശയത്തിന്റെ പേരിലോ ഒരാളെപ്പോലും തല്ലിക്കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗോമാംസം കഴിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ, ഗോമാംസം സൂക്ഷിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ അയാളെ ഇന്ത്യയിൽ തല്ലിക്കൊല്ലാം. ഞാനത് സൂചിപ്പിച്ചത് ഇത് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന അസഹിഷ്ണുതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ആ നിലയിൽ മതന്യൂനപക്ഷങ്ങളുടെ, അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങളുടെ, അടിച്ചമർത്തപ്പെട്ട സാമാന്യ ജനവിഭാഗത്തിനുകൂടി നീതി ഉറപ്പുവരുത്തുന്ന രാഷ്ട്രവ്യവസ്ഥയാണ് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രവ്യവസ്ഥ. ആ സാമൂഹ്യ നീതി വലിയ വെല്ലുവിളിയെ നേരിടുന്നു. സാമ്പത്തികമായ അസമത്വം, നവലിബറൽ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക അസമത്വം ഗണ്യമായി വളർന്നു വരുന്നു. ഇതിനെയൊക്കെ വിസ്മൃതിയിലാക്കിക്കൊണ്ടാണ് വർഗീയത വളർന്നു വരുന്ന ഏറ്റവും വലിയ രാജ്യത്തിന്റെ അസ്തിത്വത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഏറ്റവും വലിയ വെല്ലുവിളിയായി വർഗീയത നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പോലും ദുർബലപ്പെടുത്തുന്ന നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ, രാജ്യം നേരിടുന്ന ഇത്തരത്തിലെ വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ജാതിമത സാമുദായിക സങ്കുചിത വികാരങ്ങൾക്ക് അതീതമായി വിശാലമായ മാനവികമായ ഐക്യം ഈ രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. വിശ്വാസം വ്യക്തിഗതമായിട്ടുള്ള അവകാശം തന്നെയാണ്.
അത് സമൂഹത്തിന്റെ പൊതു താൽപര്യത്തെ ഒരിക്കലും ഹനിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പോലും അല്ലെങ്കിൽ ഒരു ദർശനം പോലും ഏതെങ്കിലും ഒരു വിശ്വാസത്തെ ഹനിക്കുന്നതായിട്ടോ പ്രതിലോമകരമായിട്ടോ പരാമർശിക്കുന്നില്ല. സർവ സമൂഹത്തെയും മാനവീയ സമൂഹത്തെ സമ്പൂർണമായും അഭിസംബോധന ചെയ്യുന്ന വിശുദ്ധ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നുണ്ടെങ്കിൽ അതിനെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിലോമകരമായി ചിത്രീകരിച്ചുകൊണ്ടാണ്. ഇപ്പൊ സാമ്പത്തികവും സാമൂഹികവുമായ നീതിയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രവ്യവസ്ഥ രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രത്തിൽ സഹനശക്തിയും സഹിഷ്ണുതയും സാമുദായിക സാഹോദര്യവും മതമൈത്രിയും ഉണ്ടാകണം. സമാധാനവും സന്തോഷവും സംതൃപ്തിയുമുള്ള രാജ്യത്തിന് മാത്രമേ പുരോഗതി കൈവരിക്കാൻ കഴിയൂ. മതേതരത്വത്തിന് ഭീഷണി നേരിടുമ്പോൾ വർഗീയത കത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയാന്തരീക്ഷത്തിൽ ഒരിക്കലും ഒരു രാജ്യത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിയില്ല. ബഹുമാന്യനായ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി, അദ്ദേഹം വികസനത്തിന്റെയും മെച്ചപ്പെട്ട ഭരണത്തിന്റെയും മുദ്രാവാക്യം ഡെവലപ്മെന്റ് ആൻഡ് ഗുഡ് ഗവേണൻസ്. ഞാൻ ഒരു കാര്യം തീർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. വികസനവും വർഗീയതയും ഇത് രണ്ടും ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു രാഷ്ട്രത്തിന്റെ വികസനവും വളർച്ചയും സാധ്യമാകണമെന്നുണ്ടെങ്കിൽ വർഗീയതയുടെയും സാമുദായിക സംഘർഷത്തിന്റെയും ഒരു അംശം പോലും ഉണ്ടാകാൻ പാടില്ല. മതനിരപേക്ഷതയും സാമുദായിക സാഹോദര്യവും മതമൈത്രിയും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ വികസനവും പുരോഗതിയും മെച്ചപ്പെട്ട ഭരണവും പ്രദാനം ചെയ്യാൻ കഴിയൂ. നമ്മുടെ രാജ്യം ഒരു വലിയ വൈരുദ്ധ്യത്തിലൂടെ നടന്നു പോകുന്നു. ഒരു ഭാഗത്ത് ഡെവലപ്മെന്റ് ആൻഡ് ഗുഡ് ഗവേണൻസ്, മറുഭാഗത്ത് അഗ്രസീവ് കമ്മ്യൂണലിസം, അതിഭീകരമായ വർഗീയത ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വികസനവും വളർച്ചയും പുരോഗതിയും. ഇത് രണ്ടും ഒരിക്കലും ഒരുമിച്ച് പോകാൻ കഴിയില്ല. അത് തന്നെയാണ് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആ വെല്ലുവിളി അതിജീവിച്ച് മുന്നോട്ട് പോയി നമ്മുടെ രാജ്യത്തിന്റെ നായകൃതികൾ സംരക്ഷിക്കാൻ, ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ, ആ അയൽ രാജ്യങ്ങളുമായി സൗഹൃദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സമാധാനം സൂക്ഷിക്കുവാൻ ഉതകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തീർച്ചയായും ആത്മീയ ചിന്തകർക്കും വിശ്വാസ സമൂഹത്തിനും വലിയ പങ്ക് വഹിക്കാൻ കഴിയും. അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ കാര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുലമ കഴിഞ്ഞ 9 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിലൂടെ കേരളത്തിന്റെ മതപരമായ മൈത്രി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ, കേരളത്തിന്റെ സാമുദായിക സാഹോദര്യത്തിന് പോർലേൽക്കാതെ കാത്തുസൂക്ഷിക്കുന്ന കാര്യത്തിൽ രാജ്യസ്നേഹവും രാഷ്ട്രനന്മയും മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള രാജ്യതാൽപര്യം വളർത്തിക്കൊണ്ടുവരുന്നതിൽ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെയും ആധ്യാത്മിക പ്രവർത്തനങ്ങളിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് മാതൃകയാണ്. ആ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ 90ാമത് വാർഷിക സമ്മേളനത്തിൽ, വിപുലമായ ഈ വാർഷിക സമ്മേളനത്തിൽ നമ്മുടെ രാജ്യം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം ലഭിച്ചതിലുള്ള അതിയായ സന്തോഷം ഒരിക്കൽ കൂടി പ്രകടിപ്പിച്ചുകൊണ്ട്, എന്താണ് വിശുദ്ധ ഇസ്ലാം, ഇസ്ലാമിന്റെ രാഷ്ട്രവ്യവസ്ഥ എന്ത്, രാഷ്ട്രസ്നേഹമെന്ത് എന്ന ജനങ്ങളിലേക്കും ഇതര സമൂഹങ്ങളിലേക്കും എത്തിക്കാൻ ഉപകരിക്കുന്ന ഒരു വലിയ സന്ദേശം ഈ ക്യാമ്പ് പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിയട്ടെ എന്നുകൂടി പ്രത്യാശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഈ സമ്മേളനം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ സംസാരിച്ചു കഴിഞ്ഞു. സഹപ്രവർത്തകരായിട്ടുള്ള ധാരാളം ജനപ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഈ സമ്മേളന വേദിയെയും സദസ്സിനെയും അലങ്കരിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട്, നന്ദിയും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഈ 90ാമത് വാർഷിക സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന പണ്ഡിത ശ്രേഷ്ഠ സഭയുടെ സംഘടനാ ചരിത്രത്തിൽ, അതിന്റെ പ്രവർത്തന ചരിത്രത്തിൽ അഭിമാനകരമായ സമ്മേളനമായി പരിണമിക്കട്ടെ എന്ന ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.